പ്രിയമുള്ളവരെ, ശശിധരൻസ് വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് ഇതിനു മുൻപ് ചെയ്തൊരു വീഡിയോയിൽ വൈദ്യുതി ഉപയോഗത്തെപ്പറ്റി പ്രതിപാദിച്ചിരുന്നു. വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെപ്പറ്റി പ്രതിപാദിച്ചിരുന്നു. അധികം വലിയ റെസ്പോൺസ് ഒന്നും കണ്ടില്ല. ആർക്കും ഈ നല്ല കാര്യങ്ങളൊന്നും പറയുന്ന ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് തോന്നുന്നത്. എന്താ പറയേണ്ടത്, ഇതൊക്കെ കലികാലത്തിൻ്റെ ഒരു കളിയാണ് എനിക്ക് തോന്നുന്നത്. ഇതിനിടെ വളരെ നിസ്സാരപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം വ്യൂസും ലൈക്സെല്ലാം കണക്കിനാണ് കിട്ടുന്നത്. ഇതിനിടെ ഒരാൾ 2 ചെരുപ്പുകൾ തഴഞ്ഞ 2 ചെരുപ്പ് ഒരു പൂട്ടിയിട്ട് അതിനെത്ര 10K ലൈക്സ് വ്യൂവേഴ്സാണ് ഉണ്ടായിട്ടുള്ളത്. അതൊക്കെ മതിയായിരിക്കും, എന്താ ചെയ്യാം. ഞാൻ അന്ന് തന്ന വീഡിയോന് 16 വ്യൂസാണ് വന്നിട്ടുള്ളത്. എല്ലാം നമ്മൾക്കറിയാം. പിന്നെ നിങ്ങളെന്തിനു പറയുന്നു എന്നൊരു മനോഭാവമോ ഉണ്ടോ ഇതിൻ്റെ പിറകിലെന്നറിയില്ല. ഏതായാലും മഴക്കാലത്ത് സൂക്ഷിക്കേണ്ട കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഷോർട്ടായി എന്ന് പറയും. വൈദ്യുതി ഷോർട്ടായി. എന്തെന്ന് ഷോർട്ടെന്ന് ഒരു എല്ലാവർക്കും അറിയാം. എന്നാൽ അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഇത് പറയുന്നത്. ഒരു എല്ലാവർക്കും അറിയാം. ഇതിപ്പോൾ ഒരു ബാറ്ററി DC ആണ്. ബാറ്ററിയിൽ നിന്ന് വരുന്ന കറണ്ട് ഡി സിയിൽ ഇപ്പോൾ ഒരു 1.5 വോൾട്ട് ബാറ്ററി എന്ന് വിചാരിക്കാം. ഇതൊന്ന് ഒരു സ്വിച്ച് വഴി ഇങ്ങനെ വന്ന് ഒരു ബൾബിലേക്ക് കൂടി ഇങ്ങനെ വന്ന് പോസിറ്റീവിലേക്കാണ് കറണ്ട് പാസ് ചെയ്യുക. ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? കറണ്ട് അന്നേരം വൈദ്യുതി പ്രവഹിക്കുകയും വൈദ്യുതി ബൾബിൽ കൂടി കടന്നു പോകുമ്പോൾ ബൾബ് പ്രകാശിക്കുകയും ചെയ്യുന്നു. നേരെ മറിച്ച് ഈ നെഗറ്റീവും പോസിറ്റീവ് നേരെ അങ്ങ് കൂട്ടിമുട്ടിയാൽ എന്തായി? ഇതൊരു ഷോർട്ട് സർക്യൂട്ടായി മാറി. ഇത്രയും ദൂരം പോകുന്നതിന് പകരം ഇത് ഷോർട്ടായിട്ടാണ്. ഇതിനാണ് നമ്മൾ ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഷോർട്ട് സർക്യൂട്ട് വന്നാൽ അപകടം നിശ്ചയമാണ്. കാരണം ഇവിടെ എന്താ സംഭവിക്കുക? ഇവിടെ ഒന്നും ലോഡില്ല. ഇത് ലോഡ് ബൾബാണ്, ബൾബില്ല. നേരിട്ടിട്ട് ബാറ്ററി ഇങ്ങനെ വന്നാൽ എന്താ, ബാറ്ററി ചൂടായി. ഇനി വല്ല വലിയ ബാറ്ററി ആണെന്ന് വെച്ചാൽ പൊട്ടിത്തെറിക്കും. ഇത് സാധാരണ ബാറ്ററി ആണെങ്കിൽ ചൂടാവും, ചിലപ്പം പൊട്ടിത്തെറിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് ഷോർട്ട് സർക്യൂട്ടും ഇത്. നേരെ മറിച്ചിട്ട് ഈ സർക്യൂട്ടിൽ എവിടെയെങ്കിലും ഒരു ഇതേപോലെ സ്വിച്ചിൻ്റെ സ്ഥാനത്ത് ഒരു ബ്രേക്ക് ഉണ്ടെങ്കിൽ അതിനെ ഓപ്പൺ സർക്യൂട്ട് എന്ന് പറയും. എന്താ പറയുക? ഓപ്പൺ. ഇവിടെ ഒരു ബ്രേക്ക്, അതായത് ഇവിടെ ഒരു മുറിഞ്ഞു പോയി നേരിച്ചോ, ഇവിടെ ഇങ്ങനെ കണക്ഷൻ മുറിഞ്ഞു പോയെങ്കിൽ അതിനെന്ത് പറയും? ഓപ്പൺ സർക്യൂട്ട് എന്നും പറയും. ഇപ്പോൾ 2 തരം സർക്യൂട്ടാണുള്ളത്. രണ്ട് അപകടങ്ങളാണ് വരാൻ സാധ്യതയുള്ളത്. ഒന്ന് നേരത്തെ കാണിച്ച പോലെ ഷോർട്ട് സർക്യൂട്ടും മറ്റൊന്ന് ഓപ്പൺ സർക്യൂട്ടുമാണ്. ഇനി ഇതിപ്പോൾ നേരത്തെ കാണിച്ചത് പോസിറ്റീവ് DC കറണ്ടിനെ ഡയറക്റ്റ് കറണ്ടിനെ പറ്റി ഉപയോഗിക്കുന്ന സാധനപ്പറ്റി. നേരെ മറിച്ചിട്ട് ഒരു ജനറേറ്റർ എന്ന് വിചാരിക്കുക. ജനറേറ്ററിന് എന്താകും? പോസിറ്റീവിന് പകരം ഫേസ് ഉണ്ടാവും, നെഗറ്റീവിന് പകരം ന്യൂട്രൽ ഉണ്ടാവും. അപ്പോൾ ഇതേപോലെ കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്ത് ബൾബുകളിലേക്ക് കൂടി വന്ന് എന്തായി? ഇതിങ്ങനെ കണക്ഷൻ കൊടുക്കണം. അതായത് നെഗറ്റീവ് ന്യൂട്രൽ ബൾബിൻ്റെ ഒരു ടെർമിനൽ, എല്ലാ ബൾബിൻ്റെയും ന്യൂട്രൽ നേരെ ഡയറക്റ്റ് കൊടുക്കുക ചെയ്യാം. നേരെ മറിച്ചിട്ട് പോസിറ്റീവ് വരുന്നത് ഓരോ ബൾബിനും പറ്റിയ സ്വിച്ച് വേണം. ഇവിടെ എല്ലാ സ്വിച്ച് വേണം. ഇപ്പം ഞാൻ ഇങ്ങനെ കൊടുത്തെന്ന് മാത്രം. ഇപ്പോൾ ഇത് സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ എല്ലാ ബൾബും ഒന്നായിട്ട് കത്തും. അങ്ങനെ ഇപ്പം കൊടുത്തിട്ടുള്ളത് കണക്ഷൻ. എളുപ്പത്തിന് വേണ്ടി പറഞ്ഞെന്ന് മാത്രം. ഇവിടെയും എന്ത് വരാം? ഷോർട്ട് സർക്യൂട്ട് വരാം. ഷോർട്ട് സർക്യൂട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ ഇവിടുന്ന് നേരെ അങ്ങ് പോയി മുട്ടി. അതായത് എന്തായി? ഫേസും ന്യൂട്രലും തമ്മിൽ കൂട്ടിമുട്ടി. അപ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ എന്തെങ്കിലും ജനറേറ്ററിൻ്റെ സാധാരണ സ്ഥലത്ത് വീടുകളിലാണെങ്കിൽ ഫ്യൂസ് ഉണ്ടാവും. ഫ്യൂസ് പോയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? ചിലപ്പം പോസ്റ്റും വന്ന് പോകും, പോസ്റ്റും വന്ന് കത്തിപ്പോവും. അതല്ല, ഇനി അതും അവിടെ നിന്നില്ലെങ്കിൽ ചിലപ്പോൾ ഞങ്ങളുടെ ആ ഭാഗത്തെ ട്രാൻസ്ഫോമറിന് കറണ്ട് തന്നെ പോയി ആ ഭാഗം മുഴുവൻ ഇരുട്ടിലാകാൻ സാധ്യതയുണ്ട്. ഇതാണ് ഈ
ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്നത്. കാരണം ഇത് ഷോർട്ടല്ലേ, ഇതാ ഈ വഴി കാണുന്നുണ്ടല്ലോ, ഇങ്ങനെ വന്ന് ഇങ്ങനെ ഷോർട്ട് സർക്യൂട്ട്. നേരെ മറിച്ചിട്ട് ഇവിടെ ഒരു ബ്രേക്ക്, ഇത് നേരത്തെ പറഞ്ഞ പോലെ ഒരു ബ്രേക്ക് ആണെന്ന് വന്നില്ലെങ്കിൽ അത് ഓപ്പൺ സർക്യൂട്ട്. ഇതാണ് ഷോർട്ട് സർക്യൂട്ടും ഓപ്പൺ സർക്യൂട്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. വൈദ്യുതി ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലത്ത് ഇതേപോലെ എക്സ്പ്ലോസീവായിട്ടുള്ള സാധനങ്ങളൊന്നും സൂക്ഷിക്കരുത്. എപ്പോഴും കാണാം അടച്ചിട്ട കടയിൽ അധികവും കാണുന്നതാണ് അടച്ചിട്ട തുണിപ്പീടിക തീപിടിച്ച് ആ പിടിക തീപിടിച്ച് ഇങ്ങനെ കാണുന്നുണ്ട്. അത് ഷോർട്ട് സർക്യൂട്ട് കൊണ്ടാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് വൈദ്യുതി ലൈൻ കടന്നു പോകുക, ലൈന് വയറ് വലിച്ചിട്ടുള്ള ഉള്ളിലായാലും പുറത്തായാലും ആ ഭാഗം ശ്രദ്ധിച്ചിട്ട് ആ ഭാഗത്തുനിന്ന് മാറ്റിയിട്ട് സാധനങ്ങൾ വെക്കാവൂ. അഥവാ പിന്നെ അധിക സ്ഥലത്തും ഫയർ അലാറം ഉപയോഗിക്കുന്നുണ്ട്. ഫയർ അലാറം വർക്ക് ചെയ്യുന്നത് പെട്ടെന്ന് വർക്ക് ചെയ്യില്ല. തീ ഉണ്ടായി അവിടെ പുക വന്നാൽ മാത്രമേ വർക്ക് ചെയ്യൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ പല സ്ഥലത്തും ഈ ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് വെച്ചിട്ടുണ്ട്. അതെല്ലാം ഉപയോഗിക്കാനുള്ള പരിശീലനം അവിടെയുള്ള ആരാന്ന് വെച്ചാൽ അവർക്ക് ജീവനക്കാർക്ക് കിട്ടിയിട്ടുണ്ടാവുമോ എന്നറിയില്ല. അങ്ങനെ അതെല്ലാം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യങ്ങളാണ്. മനുഷ്യൻ്റെ ജീവനേക്കാൾ വലുതായി ഒന്നുമില്ല. ഇത്രയുമാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. എല്ലാ സ്ഥലത്തും ഇപ്പോൾ ആസ്പത്രികളിലായാലും എല്ലാ സ്ഥലം ഇവിടെ ചെന്ന് നോക്കിയാലും ഈ ഫയറിൻ്റെ തീക്കെടുത്തേണ്ട സാധനങ്ങളും കാര്യങ്ങളെല്ലാം കാണാം. അതെല്ലാം പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് വന്നാൽ അത് ഉപയോഗിക്കാനുള്ള പരിശീലനം അതാത് ഇടങ്ങളിൽ ജീവനക്കാർക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് അറിയില്ല. പിന്നെ അതെല്ലാമാണ് പ്രത്യേകമായി പറയുവാനുള്ളത്. ഒരിക്കൽ കൂടി ഈ ഷോർട്ട് സർക്യൂട്ട് എന്താണ്, ഓപ്പൺ സർക്യൂട്ട് എന്താണെന്ന് പ്രതിപാദിച്ചുകൊണ്ട് പിന്നെ എടുക്കേണ്ട മുൻകരുതലുകൾ, പ്രത്യേകിച്ച് എക്സ്പ്ലോസീവായിട്ടുള്ള സാധനങ്ങൾ സൂക്ഷിക്കുന്നിടത്ത് വളരെ ഒരു ശ്രദ്ധ വേണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ എളിയ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ശശിധരനാണ് ഞാൻ. എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.